സിബിൻ മികച്ച ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് പൊട്ടത്തരവും മണ്ടത്തരവുമായിട്ടുള്ള തീരുമാനമാണ്. മിണ്ടാണ്ട് പിണങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ എക്സിസ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കും എന്നൊക്കെ പറയാനായിട്ട് ഇത് സിബിൻ്റെ സ്വന്തം വീടല്ല, ബിഗ് ബോസ് ഹൗസാണ്. അത് എത്ര ഹൗസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ചില സിറ്റുവേഷനിൽ ഹൗസായിട്ട് തോന്നത്തില്ല, ബിക്കോസ് അത് ഹൗസ് അല്ല, ഹൗസാക്കി മാറ്റുന്നതാണ് നമ്മൾ. അപ്പം ഇന്നലെ മിഡിൽ ഫിംഗറിനേക്കാളും വളരെ വൃത്തികെട്ട ഒരു സംഭവമാണ് ഇന്നലെ ജാസ്മിനെതിരെ സിബിൻ കാണിച്ചത്. ഒരുത്തനെ പോയി തല്ലിയിട്ട് അല്ലെങ്കിൽ ഒരുത്തനെ പോയി കുത്തി കൊന്നിട്ട് കുത്തി കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറൊരു വിഷയം. പക്ഷെ ചില കാര്യങ്ങൾക്ക് സോറി അക്സെപ്റ്റബിൾ ആണ്. എന്നാൽ ഈ ഒരു സംഭവത്തിന് സോറി അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാനാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് കൊടുത്ത് നല്ല പണി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ സിബിനെതിരെ യെല്ലോ കാർഡ് ലാലേട്ടൻ കാണിക്കണം. കാരണം ഒരു ലേഡിയുടെ അടുത്ത്, ശരിയാണ്, ജാസ്മിൻ പല പ്രശ്നങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സിബിൻ ചെയ്തപ്പോഴാണ് കുഴപ്പം, ജാസ്മിൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. ജാസ്മിൻ, ഒരാൾ പശുവിനെ കൊന്നു പറഞ്ഞിട്ട് മറ്റൊരാൾ ആടിനെ കൊല്ലുന്നതല്ലല്ലോ രീതി എന്ന് പറയുന്നത്. അപ്പം ജാസ്മിൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ജാസ്മിനെ പറ്റി പുറത്ത് ഇത്രയും സംസാരിക്കുന്നതും ഇത്രയും പ്രശ്നങ്ങൾ ജാസ്മിൻ നേരിടേണ്ട വരുന്നതും എല്ലാം. എന്ന് വെച്ചിട്ട് ജാസ്മിൻ അങ്ങനെ കാണിച്ചു, സിബിൻ അങ്ങനെ കാണിക്കാമെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ എന്തായാലും യെല്ലോ കാർഡ് കാണിക്കണം എന്നാണ്. യെല്ലോ കാർഡ് ഇത്തവണ അർഹിക്കുന്ന 2 പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതിലേക്ക് ഞാൻ വരാം. ആൻഡ് ഞാൻ ഈ പറഞ്ഞ മാതിരി അർജുനും കാണിച്ചത് വൃത്തികെട്ട ചിന്താഗതിയാണ്. ആ സമയത്ത് ബിഗ് ബോസ് ഒന്നും മിണ്ടിയിട്ടില്ല. അതെന്താന്നുള്ളത് ലാലേട്ടൻ ഇത് ഈ വീക്കിൽ ചോദിക്കുമോ എന്നുള്ളതിൽ വെയിറ്റിംഗ് ആണ് ഞാൻ. ഒരു പാർഷ്യൽ റൂൾ പാടില്ലല്ലോ. അപ്പോൾ സിബിൻ പറഞ്ഞാണ് ഇനി മേലെ ഞാൻ ജാസ്മിനോട് സംസാരിക്കില്ല, നോമിനേഷന് പോലും ജാസ്മിൻ്റെ പേര് ഞാൻ പറയത്തില്ല, ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റിംഗ് അല്ല എന്നുള്ള രീതിയിൽ. അതെന്ത് പറ്റി സിബിന് അങ്ങനത്തെ ഒരു ചിന്താഗതി? എന്ത് പോട്ടത്തരം ചിന്താഗതിയാണ് പറയുന്നത്? അത് അങ്ങനെ കാണിക്കുമ്പോൾ അത് തനിക്ക് തന്നെയാണ് പണിയായിട്ട് വരുന്നത്. പിന്നെ ഇന്നലെ തന്നെ താൻ സൈലൻ്റായിട്ട് ചിരിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ജാസ്മിനോട് പൂണ്ട് വിളയാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ കളിച്ചു വന്നിട്ട് എൻ്റെ ഇമോഷൻസ് കാരണം, ദേഷ്യം കാരണം അങ്ങനെ പറ്റിപ്പോയതാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, പ്രേക്ഷകരോട് ക്ഷമ പറഞ്ഞു, ശരിയാണ്. പക്ഷേ കാണിച്ച ആ ഒരു ആക്ട് നിലവാരമില്ലാതെ, കുടുംബത്തിൽ പറഞ്ഞ ഒരാളും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ആക്റ്റായിപ്പോയി. ഇത്രയും ദിവസം കളിച്ചു വന്നതിൻ്റെ ആ ഒരു സംഭവമല്ല ഈ ഒരു മൊമെൻ്റ് കൊണ്ട് തിരിച്ച് കളഞ്ഞു. പിന്നെ പുറത്ത് വേണമെങ്കിൽ പറയാം അയാൾ അങ്ങനെ കാണിച്ചുകൊണ്ട് ചെയ്യണം, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു എത്തിക്സും രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും, ലാലേട്ടൻ സിബിന് യെല്ലോ കാർഡ് തരണം, ശക്തമായൊരു പണിഷ്മെൻറ്റ് തരണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. അത് വേറൊന്നും കൊണ്ടല്ല, ഇനി മേലാൽ അത് ആവർത്തിക്കരുത്. ബിക്കോസ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി റിഫ്ലക്ഷനാണ്. അതിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു ലേഡിയുടെ അടുത്ത് നമുക്ക് സംസാരിച്ച് തീർക്കാം, വാക്കിലൂടെ നമുക്ക് കാര്യങ്ങൾ പറയാം. അല്ലാതെ ഈ ഒരു ഇത്രയും മ്ലേച്ഛമായ ഒരു ഇത് ആക്ട് കാണിക്കാൻ മാത്രം അവിടെ ജാസ്മിൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മോശമായിപ്പോയി. പിന്നെ മിണ്ടാതിരിക്കാൻ പോവുകയാണ്, എക്സിസ്റ്റിംഗ് അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നൊക്കെ പറയാൻ അതൊന്നും നടപടിയാവുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഹൗസാണ്, തനിക്ക് സംസാരിക്കേണ്ടി വരും. അത് സംസാരിക്കാതെ താൻ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ തന്നെ വീക്ക് കണ്ടസ്റ്റൻ്റ് ആയിട്ടും മറ്റും പുറത്തുള്ള ആൾക്കാർ മുദ്ര കുത്തപ്പെടും. അത് തന്നെ എഫക്റ്റ് ചെയ്യും.